ജനാധിപത്യത്തിന് മേൽ വീണ കരിനിഴൽ എന്നുകൊണ്ടാണ്. മാതൃഭൂമി അന്ന് പ്രസിദ്ധീകരിച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, ഇന്ദിര തോറ്റു എന്നൊക്കെയുള്ള പത്രക്കട്ടിങ്ങുകൾ ഒന്നാം പേര് വളരെ വലുതായി നൽകിയിട്ടുണ്ട്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നുള്ളതും അവരുടെ ഐഡൻറ്റിറ്റി ലോഗോ എന്ന രൂപത്തിൽ മാതൃഭൂമി അതിനെ പറയുന്നുണ്ട്. സത്യവും സമത്വവും സ്വാതന്ത്ര്യവും മാതൃഭൂമി എങ്ങനെയാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് മാതൃഭൂമി കൊണ്ടു നടന്നതെന്നും പറയുന്നുണ്ട്. ആ ഫോണ്ട് സൈസും ഒരുപക്ഷെ ആ കാലത്തെ മാതൃഭൂമി ഉപയോഗിച്ച ഫോണ്ട് സൈസാണ് അത് വീണ്ടും മാതൃഭൂമി ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് 50 വർഷം ആകുന്നു എന്ന് മാതൃഭൂമി ആവർത്തിച്ച് പറയുകയാണ്. ഉൾപേജിലേക്ക് പോയാൽ ചില കാര്യങ്ങൾ എഡിറ്റോറിയൽ പേജിൽ പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട്. ഇരുളിൻ്റെ ഓർമ്മ എന്ന മുഖപ്രസംഗം മാതൃഭൂമി എഴുതി കഴിഞ്ഞു. അടിയന്തരാവസ്ഥ അന്നും ഇന്നും എന്ന് പറയുന്നത് CPMൻ്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മാതൃഭൂമി പ്രതിനിധിക്ക് നൽകിയ അഭിമുഖത്തിൽ നിന്നാണ് അത് അടിയന്തരാവസ്ഥ അന്നും ഇന്നും. അതിൽ പ്രകാശ് കാരാട്ടും അടക്കമുള്ള ആളുകൾ, സോഷ്യലിസ്റ്റ് നേതാവ് ജോൺ ഫെർണാണ്ടസിൻ്റെ പടമുണ്ട്. അതുമാത്രമല്ല കണ്ണീർ കയം, നമുക്കറിയാം കക്കയം ക്യാമ്പിനെക്കുറിച്ചും രാജനെക്കുറിച്ചും അറിയാത്ത മലയാളി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയുടെ ആദ്യത്തെ ഓർമ്മയായി രാജൻ്റെ പേര് തന്നെയാണ് വരുന്നത്. രാജനെക്കുറിച്ചുള്ള ഓർമ്മകൾ കണ്ണീർ കയം എന്നാണ്. അതൊരു പക്ഷേ കക്കയം ക്യാമ്പ് ആയതുകൊണ്ടായിരിക്കാം കണ്ണീർ കയം എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ പ്രതീകമാണ് കക്കയം പോലീസ് ക്യാമ്പിൽ ക്രൂരമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട പി രാജൻ. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. പിണറായിയുടെ ചോര, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നിയമസഭയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് അടിയന്തരാവസ്ഥയിൽ മർദ്ദനമേറ്റ ശേഷം ചോര പുരണ്ട ഷർട്ടുമായി നിയമസഭയിൽ വന്ന് നടത്തിയ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ആളുകൾ പറഞ്ഞ് നമുക്ക് വലിയ അനുഭവവും ഓർമ്മയും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് അന്നത്തെ സോഷ്യലിസ്റ്റ് പോരാളിയും നേതാവുമായിരുന്ന എബ്രഹാം മാനുവൽ പറയുന്നത് പിണറായിയുടെ ചോരയെക്കുറിച്ചാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 2 മാസം പിന്നീട് മുമ്പ് ഒരു അർദ്ധരാത്രി കണ്ണൂർ സെൻട്രൽ ജയിലിലെ 8-ാം നമ്പർ ബ്ലോക്ക് മുറിയിൽ ഉറക്കമില്ലാതെ കിടക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ കൂത്തുപറമ്പ് MLA ആയിരുന്ന പിണറായി വിജയനെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഓർമ്മ പറയുന്നുണ്ട്. കരിദിനത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നുണ്ട്. MP വീരേന്ദ്രകുമാറിനെ കുറിച്ച് ഓർമ്മ പറയുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായി തന്നെ മാതൃഭൂമി അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ പാഠമായി അടിയന്തരാവസ്ഥ, അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. അടിയന്തരാവസ്ഥയിലേക്ക് ഭരണഘടനാ ഭേദഗതികൾ, അടിയന്തരാവസ്ഥ 3 തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്ന് കൂടി മാതൃഭൂമി പറഞ്ഞു വെക്കുന്നുണ്ട്.